വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് means it is the system under which the buyer enters into an agreement with the seller to pay the price of the goods purchased in installments. Each installment includes interest. The buyer gets possession of goods immediately on paying the first installments, but he becomes the owner only after the last installment is paid. നോക്കാം, ഹയർ പർച്ചേസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. Hire purchase, it is a system under which the buyer enters into an agreement with the seller to pay the price of the goods purchased in installment. ഇവിടെ നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമുക്ക് പരിചയമുള്ളൊരു ടൈമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നു, അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, സെല്ലറാണെന്ത് ഗുഡ്സ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഗുഡ്സ് ദി ഇൻട്രസ്റ്റ്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദ ബയർ ഗെറ്റ്സ് പൊസസ് ഓഫ് ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ പേയിങ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ബട്ട് ഹി ബിക്കം ദി ഓണർ ഓൺലി ആഫ്റ്റർ ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യുന്നു, ഗുഡ്സിന് പേ ചെയ്യുന്ന ബയർ ചെയ്യുന്നു. പക്ഷെ എന്താണ് അതിൻ്റെ പ്രത്യേകത, ബട്ട് ഹി ബിക്കംസ് ദി ഓണർ ഓൺലി ആഫ്റ്റർ ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. ആ അസറ്റിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണിത് ഓണറിൻ്റെ ആ മെമ്പർഷിപ്പ് അഡോപ്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇതാണ് ഹയർ പർച്ചേസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, അതിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഓണർ ഷിപ്പ് അവകാശം ലഭിക്കുന്നത്. ഇതാണിത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് ഈസ് ദി ഇനിഷ്യൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ബയർ at the time of signing the hire purchase agreement. It is the nature of deposit. It does not include interest. അപ്പോൾ എന്താണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ, ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് അസറ്റ് വാങ്ങുന്നു അല്ലേ, അതിൽ നമ്മൾ എന്ത് സൈൻ ചെയ്യുന്നു, അതിനാണെന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് എന്ന്. ഡൗൺ പേയ്മെൻറ്റ് പ്രത്യേകത, നമ്മൾ ആ സ്പോട്ടിൽ കൊടുക്കുന്ന എമൗണ്ട് ഒരു ഡിപ്പോസിറ്റായിട്ടാണ് കൊടുക്കുക. ആ എമൗണ്ടിന് ഒരിക്കലും എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല. ഇതിനാണെന്ത് ഡൗൺ പേയ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ഏതൊരു വെഹിക്കിൾസ് വാങ്ങുകയാണെങ്കിൽ ആ സ്പോട്ടിൽ ₹5,000 കൊടുത്താൽ ആ 5,000 എമൗണ്ടാണ് ഡിപ്പോസിറ്റായി വരുന്നത്. അതിനൊരിക്കലും എന്താണ് ഇൻട്രസ്റ്റ്, ബാക്കി വരുന്ന എമൗണ്ട്, ബാലൻസ് വരുന്ന എമൗണ്ടിന് മാത്രമാണ് എന്ത് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. അതാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റായി കൊടുക്കുന്നു, അതിനൊരിക്കലും ഇൻട്രസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ കൊടുക്കുന്ന സൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുക. Cash price. It is the price of an asset. If it is purchased on ready cash based, cash price എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ അത് റെഡി സ്പോട്ടിൽ, ആ സ്പോട്ടിൽ തന്നെ ക്യാഷ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് നമുക്ക് പറയാം. നമ്മളൊരു ഗുഡ്സ് വാങ്ങുന്ന അസറ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് റെഡി പേയ്മെൻറ്റ്, ആ സ്പോട്ടിൽ തന്നെ ക്യാഷ് കൂടുക, അതിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുക, ടോട്ടൽ എമൗണ്ടിനെ. നെക്സ്റ്റ്, ഹയറാർ. നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ 2 പാർട്ടീസാണ് വരുന്നത്. ഫസ്റ്റ് ഹയറർ, സെക്കൻഡ് ഹയർ വെൻഡർ. ഹയർ എന്താ എന്ന് നോക്കാം. ഹയറർ, ഇറ്റ് മീൻസ് ദ പേഴ്സൺ ഹൂ ഒബ്റ്റെയിൻസ് പൊസസ് ഓഫ് ഗുഡ്സ് ഫ്രം ദി ഓണർ അണ്ടർ ഹയർ പർച്ചേസ് എഗ്രിമെന്റ്, ദാറ്റ് ഈസ് ഹയർ പർച്ചേസ് ഓർ ഹയർ പർച്ചേസ് ബയർ എന്നൊക്കെ പറയും. ഹയറിനെ നമ്മൾ ഹയർ പർച്ചേസർ എന്നോ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ബയർ എന്നൊക്കെ പറയാം. എന്താണ് ഹയറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സിസ്റ്റത്തിൽ ഓണറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സുകൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പേഴ്സൺസിനെയാണെന്ന് പറയുന്നത് ഹയറർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസറാണ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ബയർ എന്നൊക്കെ നമുക്കതിന് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ഹയർ വെൻഡർ. ഹയർ വെൻഡർ ഈസ് ദി സെല്ലർ ഇൻ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്.
എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ സെല്ലറെയാണ് എന്ത് പറയുന്നത്, ഹയർ വെൻഡർ എന്ന് നമുക്ക്, സെല്ലർ എന്ന് പറഞ്ഞാൽ ഓണർ എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പറഞ്ഞാൽ സെയിൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് വാങ്ങും, അത് എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സെല്ലറാണെന്ത് പറയുന്നത് ഹയർ വെൻഡർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് സെയിൽ. സെയിൽ എന്താണെന്ന് നമുക്കറിയാം. സെയിൽസ് ചെയ്യുന്ന ഗുഡ്സ് സെയിൽസ് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് സെയിൽ എന്ന് പറയുക. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് ഹയർ പർച്ചേസ്. അവിടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. മെയിനായി ഇമ്പോർട്ടൻസ് ഒരു പോർഷൻസ് ആണെന്ന് തന്നെ നമുക്കറിയാം. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ട് തന്നെയാണ് ഹയർ പർച്ചേസും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഹയർ പർച്ചേസസ് ഫസ്റ്റ് പോയിന്റ്, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. സെയിൽസിൻ്റെ നോക്കാം, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ദി ടൈം ഓഫ് പർച്ചേസ്. ഹയർ പർച്ചേസത്തിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണെന്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. എന്നാൽ സെയിൽസിൻ്റെ കേസിൽ എന്താണ്, പർച്ചേസ് ടൈമിൽ തന്നെ എന്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ഹയർ പർച്ചേസ് എന്നാണ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് എക്സെപ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് ഒഴികെയുള്ള ബാക്കി വരുന്ന ബാലൻസ് വരുന്ന ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. സെയിൽസിൻ്റെ നോക്കാം, ദ പ്രൈസ് ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് എനി ഇൻട്രസ്റ്റ്. സെയിൽസിൽ എന്താണ്, ആ സ്പോട്ടിൽ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് ഒരിക്കലും എന്താണ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. തേർഡ് പോയിന്റ്, ഹയർ പർച്ചേസിൽ നോക്കാം, പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ഓൾവേസ് മെയ്ഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് പേയ്മെൻറ്റ് ചെയ്യണം. ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എന്തുണ്ട് പേയ്മെൻറ്റ് ചെയ്തിരിക്കണം, പ്രൈസ് പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. സെയിൽ നോക്കാം, പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ജനറലി മെയ്ഡ് ഇൻ ലംസം. എന്നാൽ എന്താണ് ലംസം, സെയിലിൻ്റെ കേസിൽ എന്താണ് ലംസം ആയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ തുക എത്രയാണോ അതാണ് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ ഹയർ പർച്ചേസിലാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളാണ് പ്രൈസ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സെയിൽസിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഗുഡ്സ് പർച്ചേസ് സമയത്ത് തന്നെ ലംസമായിട്ടാണ് പേയ്മെൻറ്റ് പ്രൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളത്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് ഹയർ പർച്ചേസ്. It can be into three methods, that is first method full cash price method, second actual cash price method, third ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ്സുകളാണ് ഉള്ളത്. ഫസ്റ്റ് മെത്തേഡ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദി അസറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് ഫുൾ പ്രൈസ് ഓർ ഫുൾ ക്യാഷ് പ്രൈസ്. ഇറ്റ് ട്രീറ്റ്സ് ദി ഹയർ പർച്ചേസർ ആസ് ഓണർ ഓഫ് ദി അസറ്റ്. ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഈ മെത്തേഡിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുക, അസറ്റിൻ്റെ ഫുൾ വാല്യൂ എത്രയാണ് അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് അസറ്റിൻ്റെ ഓണറായിട്ടാണ് ഹയർ പർച്ചേസർ വരിക. ഇതാണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുക. സെക്കൻഡ് മെത്തേഡ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദി അസറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് ദി ക്യാഷ് പ്രൈസ് ആക്ച്വലി പെയ്ഡ്. Thus, the asset account should not be debited with its full cash price. This method is properly known as asset accrual method. എന്താണ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ അസറ്റിൻ്റെ റിയൽ വാല്യൂ എത്രയാണ്, നമ്മളിപ്പോൾ കൊടുക്കുന്ന ആക്ച്വൽ വാല്യൂ, ഒരു അസറ്റിൻ്റെ വാല്യൂ 1 lakh ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് 20,000 ആണെങ്കിൽ അതാണ് 20,000 ആക്ച്വൽ വാല്യൂ ആയി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ഇപ്പോൾ കൊടുക്കുന്ന ആക്ച്വൽ വാല്യൂ എത്ര അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഇതിനെയാണ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദസ് ദി അസറ്റ് അക്കൗണ്ട് ഷുഡ് നോട്ട് ബി ഡെബിറ്റഡ് വിത്ത് ഫുൾ ക്യാഷ്. ഒരിക്കലും എന്താണ് അസറ്റിൻ്റെ ഫുൾ വാല്യൂ ഒരിക്കലും എന്തുണ്ട് ഡെബിറ്റ് ചെയ്യാറില്ല എന്നാണ് പറയുക. ദിസ് മെത്തേഡ് ഈസ് പ്രോപ്പർലി നോൺ ആസ് അസറ്റ് അക്രൂവൽ. അതുകൊണ്ട് ഇതിനെ എന്ത് പറയാം, അസറ്റ് അക്രൂവൽ മെത്തേഡ്. എത്രയാണ് ആക്ച്വലായി എമൗണ്ട് കൊടുക്കുക അത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ അസറ്റ് അക്രൂവൽ മെത്തേഡ് എന്ന് പറയാം. ഇതിനെന്താണ് മറ്റൊരു പേര്, അസറ്റ് അക്രൂവൽ മെത്തേഡ്. തേർഡ് മെത്തേഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. Under this method, full cash value of the asset is debited to asset account. The vendor is credited with the full amount of installment pay with the interest.
Total interest is debited to interest suspense account. A transfer is made from the interest suspense account to the interest account to P&L account. Each year of the interest accrued ഡ്യൂറിങ് ദി ഇയർ. അപ്പം നോക്കുക, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്, ഈ മെത്തേഡിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്ന എന്താണെന്ന് നോക്കാം. ക്യാഷ് വാല്യൂ ഓഫ് ദി അസറ്റ് ഈസ് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. അസറ്റിൻ്റെ ക്യാഷ് എമൗണ്ട് എത്രയാണോ ക്യാഷ് വാല്യൂ അതാണെന്ത് അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ദ വെൻഡർ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഫുൾ വാല്യൂ ഓഫ് ദി ഇൻസ്റ്റാൾമെൻറ്റ് പേ വിത്ത് ഇൻട്രസ്റ്റ്. നമ്മൾ വെൻഡറിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഇൻസ്റ്റാൾമെൻറ്റ് ഫുൾ വാല്യൂ ആയി ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത വാല്യൂ ക്രെഡിറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര അത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. A transfer is made from the interest suspense account to the interest account to P&L account each year of the interest accrued during the year. ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കാനുള്ള തുകയാണ്. അതിൻ്റെ അക്രൂഡാണ്, ഇൻകം ആണെന്ന് നമുക്കറിയാം. അത് P&L അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? എൻട്രി ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടാണ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ടു P&L അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന എമൗണ്ടാണ്. ഇതാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റിൻ്റെ എമൗണ്ട് എത്രയാണോ ക്യാഷ് വാല്യൂ അതാണ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓരോ ഫുൾ ഇൻസ്റ്റാൾമെൻറ്റും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള വാല്യൂ ആണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് മെയിനായി 2 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വർക്കിംഗ് ബാക്ക് മെത്തേഡ്, സെക്കൻഡ് ആന്വിറ്റി ടേബിൾ മെത്തേഡ്. ഫസ്റ്റ് വർക്കിംഗ് ബാക്ക് മെത്തേഡ് മീൻസ് ഇൻ ദിസ് മെത്തേഡ് the interest included in the last installment is to be calculated first. വർക്കിംഗ് ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇയർ ആയിരിക്കും, സെക്കൻഡ് എഴുതണോ സെക്കൻഡ് ഇയർ, നെക്സ്റ്റോ തേർഡ് ഇയർ, ഇങ്ങനെയാണ് ബാക്കിംഗ് മെത്തേഡിലൂടെയായിട്ടാണ് എൻട്രി ചെയ്യുക. ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്? വർക്കിംഗ് ബാക്ക് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രീവിയസിൽ വന്നിരിക്കുന്ന 19ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് പേബിൾ ഈച്ച് ഇയർ ഓൺ ദി ഫോളോയിങ് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് പ്രൈസ് ഓഫ് ദി അസറ്റ് 10,000. ക്യാഷ് പ്രൈസ് എത്രയാണ്? 10,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, ഡൗൺ പേയ്മെൻറ്റ് 2,000, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ 3,800, അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ 2,500, അറ്റ് ദി എൻഡ് ഓഫ് ദി തേർഡ് ഇയർ 3,300. ഇതൊന്ന് നമുക്ക് കോളം വരച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നോക്കാം, വർക്കിംഗ് ബാക്ക് മെത്തേഡാണ്. ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ ആദ്യം എൻട്രി ചെയ്യുക. ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ തേർഡ് ഇയർ ആണോ നമുക്കറിയാം. ഫസ്റ്റ് വർക്കിംഗ് ബാക്ക് മെത്തേഡായിട്ട് ഫോർത്ത് ഇയർ ആണ് ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുക. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആണ്. ഇതിൽ വർക്കിംഗ് ബാക്ക് മെത്തേഡ് അത് തേർഡ് ഇയർ ആണ് എഴുതേണ്ടത്. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇത് നമുക്ക് ഇവിടെ ബാലൻസ് ആയി നമുക്ക് തന്നിട്ടില്ല. ഫോർത്ത് ഇയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ബാലൻസ് ഉണ്ടാകത്തുള്ളൂ. നെക്സ്റ്റ് കോളത്തിൽ അതിൻ്റെ തേർഡ് ഇയറിൽ വന്നിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 3,300 ആണ്. ആ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് കോളത്തിൽ എഴുതുന്നു. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ബാലൻസ് കോളും ഇൻസ്റ്റാൾമെൻറ്റ് കോളും കൂട്ടുന്നതാണ്. ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ എമൗണ്ട് എടുത്തെഴുതുന്നു. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ്? 3,300 ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 10% ഡിവൈഡഡ് ബൈ വർക്കിംഗ് ബാക്ക് മെത്തേഡ് എന്ന് കഴിഞ്ഞാൽ 100 + ഇവിടെ പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്യുക. 100 + 10% 110. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 300 ആണ് ആൻസർ. ഇനി ക്യാഷ് പ്രൈസ് നമ്മൾ കോളത്തിൽ ചെയ്യേണ്ടത്, ഇവിടെ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ? 3,300. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുന്ന എമൗണ്ട് ആണെന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ്. എത്ര വരും? 3,000. 3,300 നിന്ന് 300 മൈനസ് ചെയ്യുമ്പോൾ 3,000.
നെക്സ്റ്റ് ഏത് ഇയറാണ്? സെക്കൻഡ് ഇയറാണ്. ഇവിടെ നമുക്ക് ക്യാഷ് പ്രൈസ് വാല്യൂ അതാണ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടത് 3000. നെക്സ്റ്റ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 2500 ആണ്. അതിവിടെ എൻട്രി ചെയ്യുന്നു. ഈ ബാലൻസ് കോൾ ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5500 ആണ്. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 5500 ഇൻറ്റു 10/110 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 500. ഇനി ഇവിടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 5500. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ എത്ര വരും? 5000. നെക്സ്റ്റ് ഫസ്റ്റ് ഇയർ ആണ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ബാലൻസ് ഇവിടെ നമുക്ക് ക്യാഷ് പ്രൈസ് എത്ര സെക്കൻഡ് ഇയർ കിട്ടിയിരിക്കുന്നത്? 5000. അതെടുത്ത് എഴുതുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 3800 എഴുതി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയോ? 8800. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 8800 ഇൻറ്റു 10/110 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 800 ആണ്. ഇനി ടോട്ടൽ എത്രയാണ്? 8800. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ 8000 എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ചെയ്യാം. ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുന്നു. അതിനുശേഷം നമ്മൾ എഴുതുന്നു ഫസ്റ്റ് എത്രയാണെന്ന് എഴുതി വയ്ക്കുന്നു. ഫസ്റ്റ് ഇവിടെ എത്രയാണ്? ബാക്ക് മെത്തേഡിൽ 300 എഴുതി. സെക്കൻഡ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 500. നെക്സ്റ്റ് തേർഡ് എത്ര കിട്ടിയിരിക്കുന്നത്? 800. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 1600. ഇനി നമ്മുടെ ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാം. ക്യാഷ് പ്രൈസ് ഈസിക്കൽ ടു ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് പ്രൈസ് എത്രയാണ്? 8000. 8000 പ്ലസ് അതുപോലെ ഡൗൺ പേയ്മെൻറ്റ്. നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? 2000. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 10,000. അപ്പം നമ്മുടെ ക്യാഷ് പ്രൈസ് ഓഫ് ദി അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണ്? 10,000. അങ്ങനെയാണ് നമുക്ക് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് 10,000 ആയി കിട്ടുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ആന്വിറ്റി ടേബിൾ മെത്തേഡാണ്. Under this method, the cash price can be ascertained with the help of annuity table. ഈ മെത്തേഡിൽ നമ്മുടെ ആന്വിറ്റി ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടി ക്യാഷ് പ്രൈസ് അസറ്റ്മെൻറ്റ് ചെയ്യുന്ന മെത്തേഡാണിത് ആന്വിറ്റി ടേബിൾ മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൽ 9th ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ രാം പർച്ചേസ്ഡ് എ ട്രക്ക് ഓൺ ഹയർ purchase system, paying rupees 10,000 down and rupees 20,000 annually 10 years. The interest rate charged by the vendor is 5% per annum. P എന്ന് പറഞ്ഞാൽ പെർ ആനം എന്നാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. Determine the cash price of the same. Give the present value of an annuity of ₹1 for 10 years at 5% as 7.7217. ഈ പ്രോബ്ലം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ ഇതാണ്. ക്യാഷ് പ്രൈസ് ഈസിക്കൽ ടു ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു ആന്വിറ്റി പ്ലസ് ഡൗൺ മീൻസ് ഡൗൺ പേയ്മെൻറ്റ്. നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് 10,000 ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് 20,000 ആണ്. 10 ഇയേഴ്സിനാണ് ഉള്ളത്.
അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് 5% എന്ന ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് വെൻഡറുടെ. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആനിറ്റി ടേബിൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് പ്രസൻറ്റ് വാല്യൂ എത്ര തന്നിരിക്കുന്നത് 7.7217 ആണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നമുക്കറിയാം 20,000 ഇൻറ്റു ആനിറ്റി ടേബിൾ വെച്ചിട്ട് വാല്യൂ തന്നിരിക്കുന്നത് പ്രസൻറ്റ് ടൈമിൽ തന്നിരിക്കുന്നത് 7.7217 പ്ലസ് ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിൽ 10,000 ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. 20,000 ഇൻറ്റു 7.721 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1,54,434 പ്ലസ് 10,000 ആഡ് ചെയ്യണം ഇസിക്കൽ ടു 1,64,434. ഇതാണ് ആനുറ്റി ടേബിൾ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് പ്രൈസ്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.